അപ്പോഴേ ഞാനും നമ്മുടെ രാജ്യത്തെ ആ പുരാതന നഗരമായ വാരണാസിയിലെത്തി. അല്ലെങ്കിൽ കാശിക്ക് പോയോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഞാൻ ഇന്നിവിടെ നിൽക്കുകയാണ്. ഞാൻ കാശിയിലും എത്തി. ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഗംഗാനദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏതാണ്ട് 6 കിലോമീറ്ററിലധികം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബനാറസ്. കാശി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വാരണാസി ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും ജൈനമതക്കാരുടെയും പുണ്യനഗരമായ ഇത് ലോകത്തിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഭക്തിക്കും മോക്ഷചിന്തകൾക്കും അപ്പുറം ഒരാളെ ഇവിടേക്ക് ആകർഷിക്കാൻ വേണ്ടുവോളം കാഴ്ചകളുണ്ട്. ഇന്ത്യയെ അറിയാൻ, ഗംഗയെ ആസ്വദിക്കാൻ, മനുഷ്യൻ വെറും ഒരു മാംസമായി വെന്തു തീരുന്നത് കാണാൻ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ഇത് ഒരു വേറിട്ട ലോകമാണ്. വർഷങ്ങളോളം പഴക്കമുള്ള ഘട്ടുകൾ. ഗംഗയിൽ നിന്നും കരയിലേക്കുള്ള പടവുകളെ കൽപ്പടവുകളെയാണ് ഘട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ മണികർണിക ഘട്ട്, അത് എല്ലാവരുടെയും മനുഷ്യ മനസ്സുകളെ വല്ലാതെ ആകർഷിക്കുന്ന ഒന്നാണ്. ശരീരങ്ങൾ ഇവിടെ രാപകലില്ലാതെ കത്തിയമരുന്നു. മരണം എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു, അതാണ് മണികർണിക. മരണത്തെ ഭയപ്പെടുന്ന നമ്മൾ മണികർണിക ഘട്ടിൽ വരണം, അത് കാണണം. അവിടെ ശരീരങ്ങൾ കത്തിയമർന്ന ആ പുക അവിടമാകെ നിറഞ്ഞു നിൽക്കുമ്പോൾ മഹാമന്ത്രങ്ങൾ, മരണത്തിൻ്റെ മഹാമന്ത്രങ്ങൾ ഉരുവിടുന്ന ആ സ്ഥലം, ആ ഘട്ട് മനസ്സിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ്. ഭൂമിയിൽ മരണത്തെ ആഘോഷിക്കുന്നത് എങ്ങനെയെന്ന് അമ്പരപ്പോടും ആകാംക്ഷയോടും കൂടി കാണാൻ പറ്റുന്ന ഒരിടമാണ് മണികർണിക. പ്രായഭേദമന്യേ എല്ലാവരും സന്ദർശിച്ചിരിക്കേണ്ട ഒരിടമാണ് വാരണാസി എന്നാണ് എൻ്റെ പക്ഷം. കാരണം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നാണ് വാരണാസി. ചരിത്രവും സംസ്കാരവും ആത്മീയതയും ഇഴചേർന്ന് കിടക്കുന്ന ആ സ്ഥലം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിനും സംസ്കാരത്തിനും ഒപ്പം ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകി സന്ദർശിക്കേണ്ട ഒരിടം തന്നെയാണ് വാരണാസി. ഗംഗാനദി മോട്ടോർ ബോട്ടുകളുടെയും പക്ഷികളുടെയും ശബ്ദം കൊണ്ട് നിറയുമ്പോൾ കരയിൽ മണിയടികളുടെയും മന്ത്രധ്വനികളുടെയും ആരവം കൊണ്ട് നിറയുകയാണ്. ഇന്ന് ഈ വീഡിയോ ഇടുമ്പോൾ ഗംഗാനദി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്.